താനിയ യഥാർത്ഥത്തിൽ താബുവാണ്. ബേലയ്ക്കും കാർത്തികിനും ഇക്കാര്യം അറിയാമായിരുന്നു. എന്നാൽ മറച്ചുവെച്ചതായിരുന്നു എന്നറിയുന്ന പാടെ തിരഞ്ഞു നടന്നിരുന്ന ആസ്മ ഉൾപ്പെടെ എല്ലാവരും കൂടെ നിന്ന് പറ്റിച്ചതിന് തട്ടിക്കേറിയ ശേഷം അന്നുണ്ടായ സംഭവത്തെപ്പറ്റി പറയുവാണ് ആസ്മയും കാർത്തിക്കും. അന്നത്തെ ഫംഗ്ഷനിൽ പരമും താബുവും നടത്തിയ പെർഫോമൻസിൽ പവർ പബ്ലിക്കായി യൂസ് ചെയ്തത് കണ്ണിൽപ്പെട്ടു. ആവശ്യമില്ലാതെ ഇങ്ങനെ ഉപയോഗിച്ചതിൽ താബുവിനെ താനും എത്തി ചോദ്യം ചെയ്തപ്പോൾ പരമിനെ കാർത്തിക്കും ആസ്മയും ചോദ്യം ചെയ്തു. എന്നാൽ പരമിന്റെ ന്യായങ്ങളിലും അഹങ്കാരത്തിലും ദേഷ്യം വന്ന ആസ്മയ്ക്ക് പറ്റിയ അബദ്ധം മൂലം ലാബിൽ തീ പടർന്നു. ഇതേസമയം ഏറ്റവും ഇഷ്ടക്കൂടുതൽ താബുവിനാണെന്നുള്ള ദേഷ്യം വെച്ച് താനുവും താബുവുമായി ഈ സംഭവത്തെ വെച്ച് വിനിയോഗിച്ചതോടെ മുട്ടൻ വഴക്കായി. അവിടേക്ക് ഇവരെ തടുപ്പിക്കാനായി എത്തിയ ജൂനിയർ ആയിരുന്ന പൂനം. ഇവർ തമ്മിലുള്ള വഴക്കിൽ പിടിവിട്ട് താബു പവർ പ്രയോഗിച്ചതോടെ ഇത് അബദ്ധവശാൽ പൂനമിന് വന്ന് ഭവിച്ചവൾ ബോധരഹിതയായതെ തുടർന്ന് താബു പേടിച്ചോടിപ്പോയി. താനു മറ്റു മൂവരുമൊത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ചൊടുവിൽ ഹോസ്പിറ്റലിലെ വരാന്തയിൽ കിടത്തി സ്ഥലം വിട്ടു. പിന്നെ അറിയുന്നത് പൂനം മരിച്ചതായും. താബുവിനെ അതിനുശേഷം കാണുന്നത് ഇപ്പോഴും. കുട്ടികളെല്ലാം ഈ കഥ കേട്ട് അമ്പരന്നിരിക്കെ താബുവിന് ഞെട്ടൽ. താൻ പോയതിന് കാരണം അപ്പോൾ ഇതായിരുന്നെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി നടന്നത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ആ വഴക്കിൽ താനുമാണ് കൺട്രോൾ വിട്ട് പവർ യൂസ് ചെയ്തപ്പോൾ അതിൽ പൂനം വരെയായി. താനു വിരണ്ടു നിൽക്കുന്നത് കണ്ട് താബു മറ്റുള്ളവരെ വിളിക്കാൻ ഓടിപ്പോയി. ആരെയും കാണാഞ്ഞ് ഒടുവിൽ തിരികെ എത്തിയപ്പോൾ ആരുമില്ല. ഫയർ അലാം കേട്ടാണ് അവിടെ നിന്നും പോകേണ്ടി വന്നത്. ഒടുവിൽ വീട്ടിൽ താനു ഇതെല്ലാം സംഭവിച്ചത് താബു സ്റ്റേജിൽ പവർ ഉപയോഗിച്ചത് കൊണ്ടാണെന്നും നാട് വിട്ടു പോകാനും വാശി പിടിച്ചു. പപ്പയും മമ്മിയും താൻ ഡീൽ ചെയ്യാമെന്നും പറഞ്ഞ് താനു വന്ന് തള്ളിവിട്ടപ്പോൾ എന്നാൽ സത്യം എല്ലാവരും അറിഞ്ഞു കാണുമെന്നായിരുന്നു താബു കരുതിയിരുന്നത്. പക്ഷേ ഇങ്ങനൊരു കള്ളക്കഥ മെനഞ്ഞതിനെ ചോദ്യം ചെയ്യുമ്പോഴാകട്ടെ താനു ഇത് വിശ്വസിക്കുന്നുമില്ല. ഇപ്പറഞ്ഞതെല്ലാം കള്ളമെന്നും വിശ്വസിക്കരുതെന്നും പറഞ്ഞ് അവരിറങ്ങിപ്പോകുന്നു. പിറകെ എല്ലാവരും പരസ്പരം വിഷയം. സത്യം മറച്ചു വെച്ചതിന് കാർത്തിക്കും ബഗ്ഗുവും കൺട്രോൾ എന്ന് പറഞ്ഞ് നടക്കുന്നവരെ കൺട്രോൾ പോയി പെരുമാറിയതിലുണ്ടായ അപകടത്തിൽ അലിയും ആസ്മയും അങ്ങനെ വഴക്കൂടുന്നത് കണ്ട് താബു കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആസ്മയാകട്ടെ വല്ലാണ്ട് വറീഡായി. ഇനി നിങ്ങൾ സ്വയം എന്താണെന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞ് പോകുന്നു. തിരികെ അലിയുമായി പോകുമ്പോഴും അവരുടെ മനസ്സിൽ ഈ ഒരു സംഭവം മറച്ചു വെച്ചതാണ് ഏറ്റവും വലിയ തെറ്റെന്നുള്ള സങ്കടവും. അപ്സെറ്റായിരിക്കുന്ന താനുവിനെ കായ് വന്ന് ആശ്വസിപ്പിക്കുന്നതോടെ അവരുടെ ഇടയിൽ അകൽച്ച മാറുമ്പോൾ താനുവിന് പറയാനുള്ളത് എന്തൊക്കെ വന്നാലും ക്യാമ്പസിലെ പ്രൊട്ടസ്റ്റ് നിർത്തരുത്. പായൽ ക്യാമ്പസ് വാങ്ങിയാൽ അപകടവും. ഇതിനിടയ്ക്ക് പ്രോം അറേഞ്ച്മെൻറ്റ്സിനും മറ്റുമായി ബഗുവിനോട് പുതിയൊരു ചെക്കൻ കൂടിയിട്ടുണ്ട്, സെയിൻ. അതും ഒരു പുതിയ അഡ്മിഷനാണ്. സെമസ്റ്റർ തീരാറാവുമ്പോൾ ഇങ്ങനെ ഒരു പുതിയ അഡ്മിഷൻ എന്താണെന്ന് അലിക്ക് സംശയമുണ്ട്. കൂടാതെ ബഗുവുമൊത്തുള്ള ചിരിയും കളിയും ഒന്നും അവന് പിടിക്കുന്നുമില്ല. കായ് ആകട്ടെ പായൽ ചൗഹാൻ ഉൾപ്പെടെയുള്ളവരുടെ കോൺഫറൻസിൽ ചെന്ന് ക്ഷമ ചോദിച്ച് ഇനി പ്രതിഷേധിക്കില്ലെന്ന് പറയുന്നതോടെ സസ്പെൻഷൻ പിൻവലിക്കുന്നു. താബുവും താനും ഇരട്ടകളായിരുന്നെങ്കിലും താബുവിനെയായിരുന്നു മൂത്ത എന്ന രീതിയിൽ അവരുടെ അച്ഛൻ കണക്കാക്കിയിരുന്നത്. താനുവിനെ തഴഞ്ഞ് 13-ാം വയസ്സ് മുതലേ താബുവിന് ആ ഗ്രന്ഥത്തിലെ ഭാഷയായ മായി ലിപികളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിരുന്നു. 18-ാം വയസ്സിൽ എന്നാൽ മൂത്ത മകൾക്ക് പവർ വന്നു ചേരും എന്ന അച്ഛൻ്റെ ധാരണയിൽ തെറ്റുപറ്റി അറിവുള്ള ചരിത്രത്തിൽ ആദ്യമായി പവർ 2 വന്നു ചേരപ്പെട്ടു. എന്നാൽ അത്ര നാളും തഴഞ്ഞിരുന്ന താനുവിന് ആ ദേഷ്യം എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോഴും അതിലൊരു മാറ്റവുമില്ലെന്ന് താബു കഥകളൊക്കെ ബേലയെ പറഞ്ഞ് ധരിപ്പിക്കുമ്പോൾ ഇവർ തന്നെയാണ് ഇനി കുട്ടികൾക്ക് മുമ്പോട്ടുള്ള ട്രെയിനിങ് കൊടുക്കാനായി തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. പരസ്പരം കടിച്ചു കയറാൻ നിൽക്കുന്നവരെ ഒരുമിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട്. കഫേയിൽ വെച്ചുള്ള ബേലയുടെയും റൺവേയുടെയും സംസാരത്തിൽ നിന്ന് താബു തിരിച്ചെത്തിയതേക്കുറിച്ച് അറിയുന്ന കരൺ ഈ ഒരു സന്തോഷ വാർത്ത തന്നെ അറിയിക്കഴിഞ്ഞാൽ ദേഷ്യപ്പെടുകയാണ്. മാത്രമല്ല ബേലയുടെ മമ്മിയെ കണ്ടുപിടിക്കാൻ നല്ല രീതിയിൽ പരിശ്രമിച്ച ഒരുവൻ കൂടിയാണ് കരൺ. എന്നാൽ ബേലയുടെ സൈഡ് എടുത്താൽ അവൾക്ക് കാണേണ്ടി വന്നതെല്ലാം മോശം കാഴ്ചകളായതുകൊണ്ട് തന്നെ അതേപ്പറ്റി സംസാരിക്കാൻ ഒരു മാനസികാവസ്ഥയിലും അല്ലായിരുന്നു. പായലിനെതിരെയുള്ള പ്രൊട്ടസ്റ്റ് അത് കൈവിടാൻ തയ്യാറല്ല. ക്യാമ്പസിൽ വീണ്ടും കയറിപ്പറ്റാൻ വേണ്ടിയുള്ള അടവായിരുന്നു കോൺഫറൻസിൽ വെച്ച് കണ്ടത്. അവർ അണ്ടർഗ്രൗണ്ടിൽ രഹസ്യമായി പ്ലാൻ ചെയ്യുമ്പോൾ എന്നാൽ അഡീബയ്ക്ക് എന്തോ സംശയം തോന്നി. എന്താണെന്ന് പുറത്തെടുക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നിട്ടത് അഹാന് അപ്ഡേറ്റ് ചെയ്യാനായി. പക്ഷേ കായ് എടുക്കുന്നില്ല. ഇക്കാര്യം അഹാൻ പായലിനെ ധരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവനെ ഒന്ന് മോണിറ്റർ ചെയ്യാൻ അവർ ആവശ്യപ്പെടുന്നു. മീര വീണ്ടും ഇവരുടെ കൂടെ എത്തിയിരിക്കുന്നു. അന്ന് എവിടെ പോയി എന്നത് ഒരു നിഗൂഢതയും. ബേലയുടെ മാനസികാവസ്ഥ അറിയാവുന്നത് കൊണ്ട് തന്നെ കരൺ അവളോട് വിരോധമൊന്നുമില്ലെന്ന് പറയുന്നത് അവൾക്കൊരാശ്വാസമാണ്. അങ്ങനെ താബുവിൻ്റെ ട്രെയിനിങ്ങിലേക്ക് കായും വരുമ്പോൾ അവന് അവരിഷ്ടമായിട്ടല്ല, എല്ലാവർക്കും വേണ്ടിയാണെന്ന് പറയുന്നു. മാത്രമല്ല കായ് എത്തുന്നത് ഒരു പെട്ടിയുമായാണ്. വീട്ടിൽ അവന് കണ്ടുകിട്ടിയ മുത്തശ്ശൻ്റെ റിസർച്ചുകളെല്ലാം ശേഖരിച്ചിരുന്ന ബോക്സ്, അതായത് താബുവിൻ്റെ പപ്പയുടെ ബോക്സ്. ഇത് സുരക്ഷിതം കാർത്തികിൻ്റെ കൈകളിലാണെന്ന് പറഞ്ഞ് കായ് അത് ഏൽപ്പിക്കുമ്പോൾ പക്ഷെ നിലവിൽ അത് കാലിയാണ്. റിസർച്ച് വിവരങ്ങൾ എവിടെയെന്ന് ഒരു പിടിയുമില്ല. പായൽ ഇടയിൽ ആ ക്രിസ്റ്റൽ തിരിച്ചെടുക്കാൻ മീരയെ വെച്ച് ശ്രമിക്കുന്നതിലും അത് വിഫലമാകുന്നു. കാരണം തീർച്ചയായും ഡേഞ്ചറസ് ആയ ക്രിസ്റ്റൽ കാർത്തിക് ആർക്കും ചെന്നെത്താൻ കഴിയാത്ത എവിടെയെങ്കിലും ആവും സൂക്ഷിച്ചിരിക്കുക. നിലവിലെ സാഹചര്യത്തിലും വരാൻ പോകുന്ന പ്രോമിൽ നേരിടേണ്ടി വരുന്ന ആപത്തിനെയും കുറിച്ചുള്ള അലട്ടലിൽ ബേല ഒരു തീരുമാനമെടുക്കുന്നു, കരണിൽ നിന്നും അകന്നു നിൽക്കാൻ. എന്നാൽ കരണിന് ബേലയുടെ ബ്രേക്കപ്പ് അപ്രതീക്ഷിതമായതുകൊണ്ട് തന്നെ അവനത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ദേഷ്യത്തിൽ ഇനി കഫേൽ കണ്ടുപോരെന്നും പറഞ്ഞു പോകുന്നു. ക്യാമ്പസിൽ പ്രോമിൻ്റെ അന്ന് മീഡിയാസിനെ കൂടി ക്ഷണിച്ചാലൊന്ന് ഒരു സജഷൻ വയ്ക്കുകയാണ് താനും. കാരണം അതുവഴി പായലിൻ്റെ പബ്ലിക്കുമായി എടുക്കാൻ ഒരു വഴിയുമാവുമല്ലോ. കുറച്ച് നീരസത്തോടെ ആണെങ്കിലും പായൽ അത് സമ്മതിക്കുന്നു. തലേ ദിവസത്തെ പൊട്ടിത്തെറിയിൽ ഖേദം പ്രകടിപ്പിച്ചെത്തുന്ന കരൺ ബേലയോട് വളരെ നല്ല രീതിയിൽ തന്നെ സംസാരിച്ച് നിന്റെ കൂടെ ഉണ്ടായിരുന്ന നിമിഷങ്ങളൊക്കെയും മറക്കാനാകാത്തതായിരുന്നുവെന്നും ഒരിക്കലും വെറുക്കില്ലെന്നും പറഞ്ഞ് പിരിയുകയാണ്. അങ്ങനെ കാർത്തികിനൊപ്പം കൂടുന്ന ബേല മനസ്സിലാക്കുന്ന ഒരു വിഷയം ബ്ലഡ് സ്റ്റോണിനെ കുറിച്ച്. കുറേ തരത്തിലുള്ള പവറുകൾ ഈ കല്ലിലേക്ക് ആവാഹിക്കപ്പെട്ടിട്ടുണ്ട്.
ഈ സ്റ്റോൺ കൈവശമുള്ളവർക്ക് എലമെന്റൽ ഫോഴ്സിന്റെ ശക്തി ഏഷില്ല. അതൊരു ഗൗരവമേറിയ വിഷയമാണ്. ബേല ആ ഗ്രന്ഥം വീണ്ടും വീണ്ടും വായിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ ലഭിക്കുമെന്ന് നോക്കുവാണ്. കാരണം ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് പ്രോമിനുള്ളത്. പൂർണ്ണമായ ഒരു വിവരമില്ലാതെ ആ നീതിശക്തികൾക്കെതിരെ പോരാടാൻ നിൽക്കുന്നത് അപകടമാണ്. എന്താണ് ഡാർക്ക് സൈഡ്? അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? എന്താണ് അവരുടെ ശക്തി? അങ്ങനൊന്നും അറിയില്ല. മുമ്പ് സിദ്ധ് ഒരു സ്റ്റുപ്പിഡായതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ ഈ വിന്നെന്ന് പറയുന്നത് എന്തായിരുന്നാലും ഏതെങ്കിലും പവർ അതിനെ കാണാതിരിക്കില്ലല്ലോ. കാരണം കാലാകാലങ്ങളായി ഈ മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്നതാണത്. അപ്പോൾ അതിൻ്റെ തയ്യാറാവലിന് മുന്നിൽ നമ്മുടെ ഒന്നുമല്ലെന്ന് പരിഭ്രമിക്കുന്ന ബേലയെ കാർത്തിക് സമാധാനിപ്പിക്കുന്നത് ധൈര്യത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട്. ജയവും പരാജയം ആദ്യം നമ്മുടെ മനസ്സിലാണുള്ളത്. ബുക്കിലെ വിവരങ്ങളും പവറുമായി പോരാടുന്നതിലല്ല, മനോധൈര്യത്തോടെ ചെറുത്ത് നിൽക്കുന്നതിലാണ് കാര്യം. താനുവിൻ്റെയും താബുവിൻ്റെയും അച്ഛൻ നടത്തി വന്നിരുന്ന റിസർച്ച് എന്തിനെയൊക്കെ കുറിച്ചായിരുന്നുവെന്ന് കാർത്തികിനൊരു സൂചന ലഭിക്കുന്നു. അതും അയാളുടെ അമ്മയുടെ ഓർമ്മക്കുറിപ്പുകൾ വഴി. കാർത്തികിന് കിട്ടിയിട്ടുള്ള ഡയറിയിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ബേലയോട് പറയുന്നു. ഈ 5 പവേഴ്സിനും കൂടാതെ മറ്റ് പവേഴ്സും ഉണ്ടായിരുന്നെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. 5th എലമെന്റ് പ്രത്യക്ഷമായതിനു ശേഷം എതിർക്കാൻ കെൽപ്പുള്ള ഗൂഢശക്തികൾ. എന്നാൽ റിസർച്ചിൽ ആ സമയം ആർക്കും ഇതിൽ വലിയ വിശ്വാസമില്ലാത്തതുകൊണ്ട് തന്നെ കാര്യമായി എടുത്തില്ല. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഗ്രന്ഥവുമായി ഒത്തുനോക്കിയാൽ അതിലെന്തൊക്കെയോ കാര്യമുണ്ടെന്നാണ് കാർത്തിക് കരുതുന്നത്. അതിൽ പല ക്രിസ്റ്റലുകളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഈ 5 ശക്തികളെയും ഒരുമിച്ച് ക്യാപ്ചർ ചെയ്യാൻ കഴിവുള്ള ഒന്ന്. അതാണ് നമ്മൾ സിദ്ധിൻ്റെ കൈവശം കണ്ടത്. ബ്ലഡ് സ്റ്റോൺ എന്ന മറ്റൊന്ന്. ഒരു യോഗി അദ്ദേഹത്തിൻ്റെ രക്തത്താൽ നിർമ്മിച്ച കല്ല്. അതും തൻ്റെ ഗ്രാമത്തെ ഒരു മഹാവിപത്തിൽ നിന്നും രക്ഷിക്കാൻ. മറ്റൊന്ന് ശ്യാമശില, നൈറ്റ് സ്റ്റോൺ. 100ഓളം ഭൂകമ്പം വരെ സൃഷ്ടിക്കാനുള്ള ശക്തിയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതെല്ലാം കേൾക്കുന്ന ബേലയുടെ ഭയം ഇതിലേതെങ്കിലും സ്റ്റോൺ വിന്നിൻ്റെ കൈവശമുണ്ടോ എന്നാണ്. അഥവാ ഉണ്ടെങ്കിൽ അതിനെതിരെ പോരാടാൻ എന്താണ് മാർഗം? ആ ഗ്രന്ഥത്തിലെ മറ്റൊരു വിവരം, ചിരായുരത്ന. ബേല അതേപറ്റിയുള്ള കഥ കേട്ടിട്ടുണ്ട്. പണ്ട് പണം നൽകുന്ന അയാളിൽ നിന്നൊരു കച്ചവടക്കാരൻ പണം കടമെടുത്തു. എന്നാൽ കടം വീട്ടാൻ കഴിയാതെ വന്നപ്പോൾ അയാളുടെ മകളെ പണം നൽകിയ ആളെ കവർന്നെടുത്തു. അവളുടെ ജീവനെടുത്തപ്പോൾ ലൈഫ് എലമെന്റ് ഇതറിയാനിടയായി. ജീവനെടുക്കാൻ ആർക്കും അധികാരമില്ലെന്ന് പറഞ്ഞ് ധനം കൊടുത്ത അയാളെയും കാരണമായ കച്ചവടക്കാരനെ ശപിച്ച് കല്ലുകളാക്കി. എന്നിട്ട് മരണപ്പെട്ട മകൾക്ക് ഒരു രത്നം നൽകി. ജീവിക്കാൻ ആഗ്രഹിക്കുന്നിടത്തോളം ആണ്ടുകൾ വരെയും ആയുസ് നൽകുന്ന രത്നം. 200ഓളം വർഷം അവൾ ജീവിച്ചു. എന്നാൽ ലോകത്തെയും മനുഷ്യരെയും അടുത്തോടെ അവൾ ആ രത്നം ഉപേക്ഷിച്ചു, മരണപ്പെടുകയും ചെയ്തു. ശേഷമാണ് ലൈഫ് എലമെന്റും വിന്നുമായിട്ടുള്ള ആ പോരാട്ടമുണ്ടായത്. അതിൽ വിൻ വിജയം കരസ്ഥമാക്കുകയും ചെയ്തു. ബേലയുടെ സംശയം അന്നു മുതൽ ഭൂമിയിലുള്ള രത്നം ഇപ്പോൾ പായലിൻ്റെ കൈവശമുണ്ടോ എന്നതാണ്. കാരണം മരിച്ച അവൾ വീണ്ടും ജീവിക്കാൻ വേറെ വഴിയൊന്നും കാണുന്നുമില്ല. ചിരായു രത്നത്തെക്കുറിച്ചുള്ള റിസർച്ചിൻ്റെ പേപ്പറുകൾ എങ്ങനെയും കണ്ടുപിടിച്ച് മതിയാകുമെന്ന് നിൽക്കുന്ന കാർത്തികിനടുത്തേക്ക് താബു എത്തുകയാണ്. തൻ്റെ അച്ഛൻ്റെ ആ പേപ്പേഴ്സ് കിട്ടാൻ ഒരു വഴിയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്. താനുമാണ് ആ വഴി. ഒടുവിൽ താബു വീട്ടിലെത്തി സ്വന്തം അമ്മയെ കണ്ട് സന്തോഷം പങ്കിട്ട ശേഷം താനുവിനോട് ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്നാൽ അത് തൻ്റെ പക്കലില്ലെന്നും മേലാൽ വന്നു പോരെന്നും പറഞ്ഞ് ദേഷ്യത്തോടെ അയക്കുന്നു. ഉള്ള പിടിവെള്ളിയും പോയി ഇരുവരും ഇരിക്കുമ്പോൾ ക്യാമ്പസിൽ പതിവില്ലാതെ ലൈബ്രറിയിലേക്ക് കയറിപ്പോകുന്ന അഡീബയെ കണ്ട് പിന്തുടരുന്ന കായ് കാണുന്നതോ അഹാനുമൊത്ത് സംസാരിക്കുന്നത്. ഇരുവരും ബഗ്ഗുവിനെയും അലിയെയും തെറ്റിപ്പിക്കാനുള്ള സംസാരം നടക്കുന്നത് കണ്ട് കായ് അത് റെക്കോർഡ് ചെയ്ത ശേഷം ബഗ്ഗുവിനെ വിളിക്കുന്നെങ്കിലും ഫോൺ എടുക്കുന്നില്ല. ഇത് വാട്സാപ്പിൽ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കെ അവനെ ആരോ അവിടുന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. ബോധം വരുമ്പോൾ അവനുള്ളത് പായൽ ചൗഹാന്റെ കസ്റ്റഡിയിലും.